നീണ്ട 30 വർഷത്തെ ഔദ്യോഗിക ജീവിതം ഇന്ന് അവസാനിക്കുകയാണ്. ഒരുപാട് അശരണർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാവാൻ സാധിച്ചു എന്ന മാനസിക സംതൃപ്തി മാത്രമാണ് ജീവിതത്തിലെ ഏക സമ്പാദ്യം. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു ഫോർ യുവർ ഗൈഡൻസ്. ഇന്നല്ലേ സാറിന്റെ കേസിന്റെ വിധി? എത്ര ഫ്രീ ഓപ്പറേഷൻ ചെയ്ത ആളാ. പാവം IMAയുടെ PPS സ്കീം പോലും ഇല്ല. ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചില്ലല്ലോ. മോൾട്ടി ഓപ്പറേഷന് റെഡിയല്ലേ? അതെ ഡോക്ടർ. എന്താ കരയുന്നത്? 1 രൂപ പോലും വാങ്ങാതെയല്ലേ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഡോക്ടർ നല്ല മനസ്സിന് ദൈവം കൂടെ ഉണ്ടാകും. ഈ ഓപ്പറേഷന് ഒരു റിസ്ക് ഉണ്ട്. ജന്മനാ കാല് മടങ്ങിയിരിക്കുന്ന ഒരാൾക്ക് കാല് നിവർത്താനുള്ള സർജറി ചെയ്യുന്ന സമയത്ത് രക്തക്കൊഴലുകൾക്ക് ക്ഷതം സംഭവിക്കാനും അതേ തുടർന്ന് കാലിലേക്കുള്ള രക്തോട്ടം കുറയാനും സാധ്യതയുണ്ട്. എല്ലാവർക്കും വരാറില്ല, 1000-ൽ ഒരാൾക്കൊക്കെ വരാറുള്ളൂ. അറിയാം ഡോക്ടർ, ഞങ്ങൾ റെഡിയാണ്. എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് നടന്നാ മതി. ഓക്കെ. ഡോക്ടറുടെ അനാസ്ഥ മൂലം 8 വയസ്സുകാരിയുടെ കാൽ മുറിച്ചു മാറ്റി. ഡോക്ടർക്കെതിരെ പ്രതിഷേധം ശക്തം. പരിചയസമ്പന്നായ ഡോക്ടറുടെ കൈപ്പിഴയാണ് കുട്ടിയുടെ കാൽ മുറിച്ചു മാറ്റുന്നതിലേക്ക് വഴിവെച്ചത്. ശരിക്കും ഡോക്ടർ തെറ്റല്ല. ഞങ്ങളടുത്ത് ആദ്യമേ എല്ലാം പറഞ്ഞിരുന്നു. കോടതിയിൽ അതൊന്നും പറയണ്ട. മീഡിയ ടെൻഷൻ കിട്ടിയ കേസായതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാൽ മതി. നല്ല നഷ്ടപരിഹാരം നമുക്ക് മേടിച്ചെടുക്കാം. 8 വയസ്സുകാരിയുടെ കാൽ മുറിച്ചു മാറ്റിയ സംഭവം 1 കോടി രൂപ നഷ്ടപരിഹാരം വിധിച്ചു. ഡോക്ടറുടെ അനാസ്ഥയാണ് സംഭവത്തിന് പിന്നിലെന്ന് കോടതിയുടെ കണ്ടെത്തൽ. വിധിയിൽ സന്തോഷമെന്ന് കുട്ടിയുടെ കുടുംബം. ആരോഗ്യമേഖല എങ്ങോട്ട്? ഇന്ന് വൈകിട്ട് പ്രൈം ടൈം ചർച്ച. 1 കോടിയൊക്കെ സാർ എങ്ങനെ കൊടുക്കാനാ? സാറാണ് ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ജയിലിൽ പോവില്ലേ? എട്ട് വയസ്സുകാരിയുടെ കാൽ മുറിച്ച സംഭവം പ്രതിയായ ഡോക്ടർ ആത്മഹത്യ ചെയ്ത നിലയിൽ. നിരവധി സർജറികൾ നടത്തി പ്രശസ്തനായ ഡോക്ടറാണ് ആത്മഹത്യ ചെയ്തത്. ഒരുപാട് പാവപ്പെട്ടവർക്ക് പണമില്ലാതെ ഓപ്പറേഷൻ നടത്തിയ മഹാനായിരുന്നു അദ്ദേഹമെന്ന് മെഡിക്കൽ അസോസിയേഷൻ പ്രതികരിച്ചു.